ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമ മുദ്ര വെച്ച് ഓരോ സമയം പ്രാണനെ ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. നിങ്ങൾ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത. ആ സമയത്ത് ഏകാഗ്രത കാണും. 10 പേരെ വിളിച്ച് കാണിച്ചു വരുമ്പോൾ പുള്ളിയുടെ ഏകാഗ്രത എന്തോട്ടായിരിക്കും പോണത്? കണ്ണുകളെ തുറന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നീട് സമാധി ലയിക്കുന്ന സമയത്ത് താനം തന്റെ നേത്രങ്ങൾ അടച്ചങ്ങ് അതിലങ്ങ് കൈ താത്ത് ഇട്ട് അങ്ങ് പിന്നെ അങ്ങ് ഇരിക്കുകയാണ് ആള്. ആ ഈശ്വരനെ ലയിച്ച് അങ്ങ് ഇരിക്കുകയാണ്. സമാധി എന്തെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കിയത്. ആചാര്യ ഗുരുക്കന്മാരുടെ അടുത്ത് സമാധി എന്തെന്ന് അറിയാന്നുള്ള ആചാര്യ ഗുരുക്കന്മാർ ഇന്ന് ഈ ലോകത്ത് ഒരുത്തരുണ്ട്. അവരൊന്നും വാതുറക്കില്ല എന്നുള്ള ഒരു ഭയങ്കര സങ്കടമായിപ്പോയി. ഒരുപാട് ആചാര്യ ഗുരുക്കന്മാരുണ്ട് സമാധി എന്തെന്ന് അറിയാന്നുള്ള ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നു. സമാധി എന്തെന്നൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കെങ്കിലും അവർ പറഞ്ഞു കൊടുക്കണ്ടേ സമാധി എന്ന്? ഇനി ആ ഒരു സന്യാസിമാർക്ക് എന്തൊരു സമാധി ഇരിക്കണ്ടേ? അപ്പൊ ആ ഇഷ്ടംപോലെ ഇവിടെ സമാധി ആയിട്ടുള്ള ഗുരുസ്വാമി കോവിലുണ്ട് നമ്മളെ പാലക്കടവ് ഏറ്റിങ്ങര. അപ്പൊ അവിടെയൊക്കെ എന്തിനും ഒരാള് അവിടെ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും മകനും സമാധിയ സ്ഥലമാണ്. എന്നിട്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഇനി അതിനെയും കുത്തി പൊളിക്കാൻ പോകും ആൾക്കാർ. എങ്കിൽ പിന്നെ ആൾക്ക് സമാധി ഇരിക്കാൻ പറ്റില്ല. ഈശ്വരനെ ലയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ? ഈശ്വരൻ ഇല്ലാത്ത കാലം വരും? ഒരിക്കലും ഇല്ല. ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്, ഈ പൃഥ്വി തന്നെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പൃഥ്വി കാണത്തില്ല. ഈ സൂര്യനും ചന്ദ്രനും ഒന്നും കാണത്തില്ല. ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉള്ളത്. നമുക്ക് ഊർജം തരുന്നത് പോലെ ആ ഈശ്വരനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നില്ല, നമുക്ക് പ്രാണവായു ഈ ശരം പോകുന്നത് പോലെ ആ ഈശ്വരന്റെയാണ്. അതാണ് ഈശ്വര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം എന്താ?